നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. CPM അഖിലേന്ത്യാ നേതാവും മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പേഴ്സണൽ സ്റ്റാഫുമായിരുന്ന A. സുരേഷ് മലമ്പുഴയിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി. പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട സുരേഷ് ഏറെക്കാലമായി അനുഭാവിയായി തുടരുന്നു. കൂറുമാറ്റം പുറത്താക്കൽ നടപടി പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് 4 തവണ പാർട്ടിക്ക് പരാതി അയച്ചിട്ടും മറുപടി ലഭിക്കാത്ത സാഹചര്യത്തിൽ ജനങ്ങൾ 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഉത്തരവാദിത്വം തന്നതിന്റെ പൂർത്തീകരണത്തിലേക്കാണ് താൻ പോകുന്നതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശൂരിലെ വെള്ളക്കെട്ട് പരിഹരിക്കുക എന്നതാണ് ലക്ഷ്യം. വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി നടത്തിയ പഠന റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറിയതായും കേന്ദ്രമന്ത്രി. വാർത്തകൾ വിശദമായി. CPM അഖിലേന്ത്യാ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന VS അച്യുതാനന്ദന്റെ PAയുമായിരുന്ന A. സുരേഷ് മലമ്പുഴയിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും. പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട സുരേഷ് ഏറെക്കാലമായി അനുഭാവിയായി തുടരുകയാണ്. പുറത്താക്കൽ നടപടി പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് 4 തവണ പാർട്ടിക്ക് പരാതി അയച്ചിട്ടും മറുപടി പോലും ലഭിച്ചില്ലെന്ന് സുരേഷ് ആരോപിക്കുന്നു. പുറത്താക്കൽ നടപടി പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് 4 തവണ പാർട്ടി സംവിധാനങ്ങൾക്ക് പരാതി അയച്ചിരുന്നെങ്കിലും മറുപടി പോലും ലഭിച്ചിരുന്നില്ലെന്ന് സുരേഷ് ആരോപിക്കുന്നു. സുരേഷ് നിലവിൽ പാർട്ടിക്ക് പുറത്താണെന്നും സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച കാര്യങ്ങൾ പത്രങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്നുമായിരുന്നു പാർട്ടി ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞിരുന്നത്. CPM നേതൃത്വവുമായി ഇടഞ്ഞ് പല ഗ്രൂപ്പുകളായി നിൽക്കുന്നവരെ ഏകോപിപ്പിക്കാനുള്ള ശ്രമം കൊഴിഞ്ഞാമ്പാറയിൽ വിവിധ നേതാവ് സതീഷിന്റെ നേതൃത്വത്തിൽ നടന്നുവരുമ്പോഴാണ് SFI, DYFI, CPM ഭാരവാഹിത്വം വഹിച്ചിരുന്നയാളും അച്യുതാനന്ദന്റെ PA ആയിരുന്ന സുരേഷ് കോൺഗ്രസുമായി അടുക്കുന്നത്. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ വന്നപ്പോൾ തന്നെ സമാന ചിന്താഗതിക്കാരുമായി ആലോചിച്ച് തീരുമാനിക്കാമെന്നായിരുന്നു സുരേഷിന്റെ പ്രതികരണം. സമാന ചിന്താഗതിക്കാരുമായി നടത്തിയ ചർച്ചയുടെ ഫലമാണ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വഴി തുറന്നത്. നാളെ പാലക്കാട്ടെത്തുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പൊതുയുഗയാത്രയിലും സുരേഷ് പങ്കെടുത്തേക്കും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജനങ്ങൾ 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഉത്തരവാദിത്വം തന്നതിന്റെ പൂർത്തീകരണത്തിലേക്കാണ് താൻ പോകുന്നതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശൂരിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമാണ് പ്രഥമ ലക്ഷ്യം. വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി നടത്തിയ പഠന റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറിയിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി വേണ്ടിയുള്ള പഠന റിപ്പോർട്ട് ഡോക്ടർ KG പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യം, അവകാശം എന്ന രൂപേണ അവരുടെ ജനങ്ങളുടെ ഒരു സമരം മുന്നോട്ട് ഉത്ഭവിച്ചു വരേണ്ട ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കാതെ അഡ്മിനിസ്ട്രേഷൻ, ഞാനും കൂടി ഭാഗമായ അഡ്മിനിസ്ട്രേഷൻ അവരവരുടെ റോളുകൾ കൃത്യമായി രാഷ്ട്രീയ വിഴിപ്പ് അലക്കലൊന്നുമില്ലാതെ കൃത്യമായി മനസ്സിലാക്കി ഇത് ഞാൻ ചെയ്യേണ്ടത്, ഇത് ഞാൻ ചെയ്തിരിക്കും എന്ന് പറയുന്ന നിശ്ചയത്തിലേക്ക് ഏതാണ്ട് 6-7 മിനിസ്ട്രീസിന്റെ കേരള സർക്കാരിലെ മിനിസ്ട്രികളുടെ ഇടപെടൽ ഇതിനകത്ത് ശക്തമായി ആവശ്യമാണ്. ഫണ്ടിന്റെ കാര്യം പിന്നീട് നമുക്കതിന്റെ ഫെഡറൽ സംവിധാനത്തിൽ എന്താണോ, ഏത് അനുപാതത്തിലാണോ അതൊക്കെ നമുക്ക് ആലോചിക്കാം. കേന്ദ്രത്തിൽ പ്രധാനമായിട്ടും നഗരവികസനം, അതുപോലെ തന്നെ ഒരുപാട് കോൾപ്പാടങ്ങളുടെയൊക്കെ ഒരു സാന്നിധ്യമുള്ളതുകൊണ്ട്, സമൃദ്ധി ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും കേന്ദ്ര ഇറിഗേഷൻ വകുപ്പിന്റെയും അഗ്രികൾച്ചർ വകുപ്പിന്റെയും ഒരു ഇടപെടൽ ശക്തമായി ആവശ്യമുണ്ട്. അതും ഉത്തരവാദിത്വം എന്ന നിലയ്ക്ക് ഞാൻ മുൻപോട്ട് കൊണ്ടുപോകുവാൻ തയ്യാറാണ്. പക്ഷെ ആദ്യം ഇതിന്റെ കോപ്പി ഇന്ന് കളക്ടറെ ഏൽപ്പിച്ചു. കളക്ടർ അത് മുന്നോട്ട് കേരള സർക്കാരിലേക്ക് എത്തിക്കണം. പത്തിരിപ്പാല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പാമ്പ് സംരക്ഷകരുടെ ജില്ലാതല കൂട്ടായ്മ സംഘടിപ്പിച്ചു. പാലക്കാട് RRT ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ രംജിത്ത് ബാബു ഉദ്ഘാടനം ചെയ്തു. ഷിബു പുതുപരിയാരം അധ്യക്ഷത വഹിച്ചു. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരും ജീവനക്കാരും പങ്കെടുത്തു. പഴയകാല പാമ്പ് സംരക്ഷകരും പാമ്പ് സ്നേഹികളുമായ ബൈജു ചെർപ്പുളശ്ശേരി, ഷംസുദ്ദീൻ ചെർപ്പുളശ്ശേരി, ബിനീഷ് മലമ്പുഴ എന്നിവരെ കൂട്ടായ്മയിൽ ആദരിച്ചു. പാമ്പിനെ പിടികൂടുന്നതിനുള്ള മുൻകരുതൽ എന്ന വിഷയത്തിൽ ഷിബു പുതുപരിയാരം ക്ലാസ് എടുത്തു. രാപ്പകൽ കഷ്ടപ്പെടുന്ന വളണ്ടിയർമാർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കണമെന്നും ID കാർഡും സുരക്ഷാ മാനദണ്ഡങ്ങളും ഉറപ്പാക്കണമെന്നും വിദ്യാഭ്യാസമില്ലാത്ത ആളുകളെ സർപ്പ ആപ്പിൽ റിപ്പോർട്ട് ചെയ്യാൻ അറിയാത്തതിന്റെ പേരിൽ ലൈസൻസ് റദ്ദു ചെയ്യുമെന്ന തീരുമാനം പിൻവലിക്കണമെന്നും കൂട്ടായ്മ അധികൃതരോട് ആവശ്യപ്പെട്ടു. വിജയൻ പത്തിരിപ്പാല, ജാഫർ മാങ്കുറിശി, സുരേന്ദ്രൻ കേരളശ്ശേരി, ഗോകുൽ കിണാശ്ശേരി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കല്ലൂർ അരങ്ങാട്ടുകുളം ചണ്ടിയും പായലും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കുമിഞ്ഞുകൂടി
മലിനമായ അവസ്ഥയിലാണ്. വേനലിൽ പോലും വറ്റാത്ത ഈ പൊതുകുളത്തെ സംരക്ഷിക്കണമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ആവശ്യപ്പെട്ടു. ഇന്നും നൂറുകണക്കിന് ആളുകൾ കുളിക്കാനും അലക്കാനുമായി ഉപയോഗിച്ചു വരുന്ന കല്ലൂർ അരങ്ങാട്ടുകുളം പായലും ചണ്ടിയും നിറഞ്ഞ് നശിക്കുന്നു. കല്ലൂരിലെ ജലസമൃദ്ധിയുടെ ശേഖരമായിരുന്ന ഈ കുളം ഇന്ന് ചണ്ടിയും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കുമിഞ്ഞുകൂടിയ അവസ്ഥയിലാണ്. കല്ലൂർ മേഖലയിലെ നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും ഈ കുളത്തെയാണ് ആശ്രയിച്ചു വരുന്നത്. 97-98 കാലഘട്ടത്തിൽ പുനരുദ്ധാരണ പ്രവർത്തികൾ നടത്തിയ കുളമാണിത്. പിന്നീട് ഒരു നവീകരണവും ഉണ്ടായിട്ടില്ല. സമീപത്തെ ഏക്കർ കണക്കിന് നെൽപ്പാടങ്ങളും ഈ കുളത്തെ ആശ്രയിച്ചാണ്. ഈ പൊതുകുളത്തിലെ ചണ്ടിയും പായലും നീക്കി കുളിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്ന് നാട്ടുകാരുടെ ആവശ്യം. വേനലിൽ പോലും വറ്റാത്ത ഈ പൊതുകുളത്തെ സംരക്ഷിക്കണമെന്ന് പരിസ്ഥിതി പ്രവർത്തകരായ റഹിമാൻ, അപ്പുകുട്ടൻ എന്നിവർ ആവശ്യപ്പെട്ടു. കല്ലൂർ അരങ്ങാട്ടുകുളം ചണ്ടി മൂടി കിടക്കുകയാണ്. വേനൽക്കാലത്ത് നൂറുകണക്കിന് ആളുകൾ കുളിക്കാനും അലക്കാനും ഉപയോഗിച്ച കുളമായിരുന്നു. ഇപ്പോൾ ചണ്ടി മൂടി വെള്ളം പോലും കാണാത്ത ഒരവസ്ഥയിലാണ് ഈ കുളം. ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാ ഫാമിലികൾ വരുന്നവർക്കും ഈ കുളം കണ്ടിട്ടാണ് നമ്മൾ ഈ നാട്ടിലെല്ലാവരും ഇരിക്കുന്നത്. പക്ഷെ അത് എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അത് മൊത്തത്തിൽ മൊത്തം ചണ്ടി പൊത്തിക്കൊണ്ടിരിക്കുകയാണ്. ചൊറിച്ചിലും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ആരും അതിന് നോക്കാനും പിടിക്കാനും ആരില്ല. ഇപ്പോൾ ഏത് രാഷ്ട്രീയക്കാർ വന്നാലും എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ്. ഇവിടെ ആരും നോക്കാൻ ആളില്ല. ഇവിടെ ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോട്ടായി സെൻട്രലിൽ വർഷങ്ങളായുള്ള ഗതാഗത കുരുക്കിന് പരിഹാരമായി മൈനർ ഇറിഗേഷന്റെ കീഴിൽ 1 കോടി രൂപ ചെലവഴിച്ച് മലമ്പുഴ കനാലിനു മുകളിൽ നിർമ്മിക്കുന്ന മിനി ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. ഗതാഗതക്കുരുക്ക് രൂക്ഷമായ കോട്ടായി സെൻട്രലിൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ശാശ്വത പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. കോട്ടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും ഗവൺമെന്റ് ഹൈസ്കൂളിന്റെയും ഇടയിൽ പ്രധാന പാതയോരത്തെ മലമ്പുഴ മെയിൻ കനാലിനു മുകളിൽ കോൺക്രീറ്റ് സ്ലാബ് നിരത്തിയാണ് മിനി ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നത്. കനാലിനു മുകളിൽ 65 മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് സ്ലാബ് നിരത്തിയിട്ടുണ്ട്. അനുബന്ധ പണികളാണ് ഇപ്പോൾ നടക്കുന്നത്. മിനി ബസ് സ്റ്റാൻഡിന്റെ പണി പൂർത്തീകരിക്കുന്നതും കാത്ത് വളരെ പ്രതീക്ഷയോടെയാണ് നാട്ടുകാർ. വാഹനങ്ങളുടെ പെരുപ്പവും ഗതാഗത തിരക്കും മൂലം രൂക്ഷമായ പ്രശ്നം നേരിടുന്ന കോട്ടായി സെന്ററിൽ ട്രാഫിക് പ്രശ്നത്തിന് പരിഹാരമുണ്ടാവുന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, കോട്ടായി. KSSPU 34-ാം ജില്ലാ സമ്മേളനത്തിന്റെ മുന്നോടിയായി പാലക്കാട് റൂറൽ ബ്ലോക്കിലെ പൊതുവിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കായി കലാമത്സരങ്ങൾ സംഘടിപ്പിച്ചു. കോങ്ങാട് GUP സ്കൂളിൽ നടന്ന പരിപാടി കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൂര്യ ഉദ്ഘാടനം ചെയ്തു. കോങ്ങാട് GUPSൽ വെച്ച് നടന്ന പരിപാടി കോങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൂര്യ ഉദ്ഘാടനം ചെയ്തു. KSSPU ജില്ലാ കമ്മിറ്റി അംഗം P. കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൗൺസിലർമാരായ MC വാസുദേവൻ, PR രാജേശ്വരി, വൈസ് പ്രസിഡന്റ് P. ദിനകരൻ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി P. കൃഷ്ണദാസ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി KK കൗസല്യ നന്ദിയും പറഞ്ഞു. മത്സരങ്ങളിൽ 150-ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വിജയികൾക്ക് ജില്ലാ സമ്മേളനത്തിൽ വെച്ച് സമ്മാനം നൽകുന്നതാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം അതിവിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ചടങ്ങിൽ വിവിധ അവാർഡുകൾ നേടിയ മാധ്യമപ്രവർത്തകരെ ആദരിക്കുകയും ചെയ്തു. ആയിരക്കണക്കിന് ഭക്തർ ക്ഷേത്ര ദർശനത്തിനായി രാവിലെയും വൈകിട്ടുമായി എത്തി. രാവിലെ 4 മണിക്ക് നട തുറക്കലിന് ശേഷം വിവിധ പൂജകൾ നടന്നു. ഉച്ചയ്ക്ക് മഹാ അന്നദാനവും വൈകിട്ട് 6:30 മുതൽ ചുറ്റുവിളക്ക്, നിറമാല, ദീപാരാധന എന്നിവയും നടന്നു. നിരവധി സ്ത്രീകൾ നാമജപം ചൊല്ലി ശയനപ്രദക്ഷിണവും നടത്തി. തുടർന്ന് നൃത്തനൃത്യങ്ങളുടെ ഉദ്ഘാടനം ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ രാമു ചാത്തനാത്ത് ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു. വിവിധ അവാർഡുകൾ നേടിയ മാധ്യമപ്രവർത്തകരായ വിവിക്സ് ചേലക്കര, മനോജ് തൈക്കാട്ടിൽ, മണി ചെറുതുരുത്തി, മൊയ്തീൻകുട്ടി, ജയകുമാർ, സുബിൻ ചെറുതുരുത്തി, ഉണ്ണികൃഷ്ണൻ എന്നിവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. സെക്രട്ടറി വിപിൻ കൂടിയെടുത്ത്, ട്രഷറർ സുരേന്ദ്രൻ, മാനേജർ A. രാജു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വാടാനംകുറിച്ചി ശ്രീ തൃത്താന്തോന്നി ശിവക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ശിവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് പ്രാദേശിക കലാകാരിമാർ അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങൾ അരങ്ങേറി. പൗരാണിക പ്രസിദ്ധവും ഏറെ പ്രത്യേകതയുമുള്ള വാടാനാകുറിശ്ശി ശ്രീ തൃത്താന്തോന്നി ശിവക്ഷേത്രത്തിൽ മഹാശിവരാത്രി ആഘോഷം അതിവിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമം, തുടർന്ന് വിശേഷാൽ പൂജകളും നടന്നു. അഭിഷേകവും നടന്നു. ക്ഷേത്രം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ദീപാരാധന വരെ നിലനിൽക്കുന്ന അഖണ്ഡനാമജപവും വൈകുന്നേരം ക്ഷേത്രം തന്ത്രി കരിയണ്ണൂർ മന ബൗത്രാദൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ 1001 കുടം അഭിഷേകവും തുടർന്ന് ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവയും ഉണ്ടായി. രാത്രി വിവിധ നൃത്തനൃത്യങ്ങൾ അരങ്ങേറി.
ഞാനൊരു മഞ്ഞപ്പൂങ്കുറി ചാർത്തിയോട്ടെ മഞ്ഞളാടുന്ന ദേവിക്ക് ഞാനൊരു മഞ്ഞപ്പൂങ്കുറി ചാർത്തിയോട്ടെ കൊടുങ്ങല്ലൊരു നല്ലമ്മ ദേവിക്ക് മഞ്ഞപ്പൂങ്കുറി. കലാപരിപാടികളിൽ പങ്കെടുത്തവർക്ക് സമ്മാനദാനവും ഭക്തർക്കായി ലഘുഭക്ഷണവും ഒരുക്കിയിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPM അഖിലേന്ത്യാ നേതാവും മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പേഴ്സണൽ സ്റ്റാഫുമായിരുന്ന A. സുരേഷ് മലമ്പുഴയിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി. പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട സുരേഷ് ഏറെക്കാലമായി അനുഭാവിയായി തുടരുന്നു. കൂറുമാറ്റം പുറത്താക്കൽ നടപടി പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് 4 തവണ പാർട്ടിക്ക് പരാതി അയച്ചിട്ടും മറുപടി ലഭിക്കാത്ത സാഹചര്യത്തിൽ ജനങ്ങൾ 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഉത്തരവാദിത്വം തന്നതിന്റെ പൂർത്തീകരണത്തിലേക്കാണ് താൻ പോകുന്നതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശൂരിലെ വെള്ളക്കെട്ട് പരിഹരിക്കുക എന്നതാണ് ലക്ഷ്യം. വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി നടത്തിയ പഠന റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറിയതായും കേന്ദ്രമന്ത്രി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.